ഉപ്പുവെള്ളം തൊണ്ടേ കൊണ്ടാൽ അങ്ങനല്ല ഈ ബുദ്ധിമുട്ടി ചുമച്ചിട്ട് ചുമയുണ്ടല്ലോ. ചേട്ടാ ഇന്നലെ അനസ്തേഷ്യ എനിക്ക് മറ്റു തന്നത് എന്റെ അമ്മയെ തൊണ്ടവിനടുത്ത് നിനക്ക് വേദന ഉണ്ടോ ഇപ്പം? ഇപ്പം വലുതായിട്ടില്ല, ഒരു തരിപ്പ് പോലെയാ ബേസിക്കലി. കൈയില്ലല്ല, കൈമുറിശ്ശേരി എന്റെ അടുത്ത് പറഞ്ഞില്ല. എന്താ പറയണോ നീ? എന്നിട്ട് മെനഞ്ഞാന്ന് ഇവൻ ഇങ്ങനെ ഇരുന്ന് ലൈവ് വിഷമം പറയുമ്പോ ഞാൻ ഇതേപോലെ പറഞ്ഞതാ. അടുത്ത ദിവസം നീ സംസാരിക്കല്ലേ? ചേട്ടാ അതല്ല ഞാൻ വരികയാതില്ലേ ഇവിടെ വയ്യാണ്ട് മെസ്സാക്കി എന്നോട് പറഞ്ഞു ഇങ്ങനെ ജീവിതം ഇങ്ങനെയാണ്, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ വരും, കുഴപ്പമില്ല. പിറ്റേ ദിവസത്തെ ആ ഹോസ്പിറ്റലിൽ അവിടെ സർജറി സിംഗത്തിന്റെ താടിയൊക്കെ വെച്ച് സ്റ്റിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. സൈക്കിളിൽ പോയത് കിളവിനെ ഇടിച്ചിട്ട് നിങ്ങൾ ആ ഫോട്ടോ കണ്ടാ ചിരിക്ക്. സത്യം എനിക്ക് വിഷമുണ്ട്. സൈക്കിൾ ഓടിച്ചത് എസാക്ക് സൈക്കിൾ ഓടിച്ച് നടന്നു പോയതൊരുത്തരെ ഇടിച്ചിട്ട്. നീ സൈക്കിൾ കിട്ടിയല്ലടാ എന്റെ വീട്ടിൽ വന്നേ. എത്ര ദൂരം ചവിട്ടിയായിരുന്നു നീ അന്ന്? 40 കിലോമീറ്ററിന് മേളിലുണ്ടായിരുന്നു. വൺ സൈഡ് 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് ഇവൻ എന്നെ ആദ്യമായിട്ട് കാണാൻ വരണേ. ഒരു കണ്ടനിട്ടില്ലല്ലോ എന്നിട്ട് നീ ടി വിക്ക് അറിയണ്ടേ? സത്യം 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 ഇടുന്നുണ്ട്. അന്നത്തെ ടി വി ഡിസ്പ്ലേ ശേഷോ അങ്ങനെ താടി വേനി കൈ എന്റെ ക്ലാസ്സിൽ കോളേജിലായിരുന്നു. ഇനി കളി കാണാം, സീരിയസ് ആയിട്ട് കളി കണ്ടേ, തമാശ ആക്കണം. കഴിഞ്ഞ ടർഫില് സ്റ്റീവ് ടീമിന്റെ അടുത്തായിരുന്നു. ഇവന്റെ താക്കോലടയാ 2000 കൊണ്ടുവരണ്ടായിരുന്നു. കട തുടങ്ങിയിരുന്നില്ലേ മുതുക്കിന്റെ ബാക്കില്? അച്ഛന്റെ വണ്ടിയുടെ താക്കോലൊക്കെ പുള്ളി അവനാണ് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് കീസിന്റെ സ്റ്റോർ. എടാ നിങ്ങൾക്ക് എന്റെ ക്രോസ് എയർ കാണുന്നുണ്ടോ? നിർത്തിയോ നീ നിൽക്കുന്നവന്മാർക്ക് അറിയാൻ കേട്ടോ, നിന്നെ കണ്ടേ നല്ലൊടി കിട്ടി. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ കേട്ടാ? നിനക്കത് പറ്റുന്നില്ല, അത് വിട്ടേക്ക് കേട്ടോ ഗോകു. അത് ഭയങ്കര ടഫായിട്ട് തോന്നണെങ്കിൽ വിട്ടേക്ക്. നിനക്ക് അതുപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. അവര് നിന്നെ കണ്ടിട്ടുണ്ട്, കണ്ടു അടിച്ചിടാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നോ. എടാ സോൺ ഇച്ചൂടെ അവർക്ക് അണ്ണാക്കിലോട്ടാണല്ലോ പുല്ല്. വണ്ടി കയറിയാട്ടോ. സോൺ അങ്ങോട്ട് സെയിം സോൺ ആയിട്ട് അന്നത്തെ അടുത്ത സോണിലെ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ എടുത്ത സെയിം പൊസിഷനിൽ കൊണ്ട് വണ്ടി ഇട്ടെടുത്ത. നീ ട്രൈ ചെയ്ത് നോക്ക്, പക്ഷെ നിനക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. നീ സോണോട്ടെ നീ പോരി മാറി മാറി കാണാം. എടാ എല്ലാവർക്കും ഒരുമിച്ചുണ്ടാ കുത്തിയാ പോരെ ഈ ജുഗ്രുവിന്റെ ബിൽഡിംഗിൽ? എന്നിട്ട് ഇവിടെ മേളത്തെ ബിൽഡിംഗ് കണ്ടതാ ഇവന്മാർ രണ്ടുപേരും. അത് മുടിഞ്ഞ ബാക്കപ്പ് ആളിയാ. അത് ഭയങ്കര ഇവന്മാര് കഴിഞ്ഞ വട്ടത്തെ സെയിം ആ പൊസിഷൻ എടുത്ത ആളിയാ. ഇവിടെ വല്ലാത്ത സോണായി പോയിട്ടാ. സോണായത് ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ സെയിം പൊസിഷൻ എടുത്തു കളഞ്ഞു. ഇതാ ഒരുത്തം കൊണ്ടുവന്നത് ഒന്നും ചെയ്യാനില്ലത്. മേളത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത പോലെ ആയിപ്പോയി. ഇപ്രാവശ്യം അവര് ബുദ്ധിക്ക് കളിച്ചണ്ടാ. കഴിഞ്ഞ പ്രാവശ്യം തമത്തം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവര് താഴെ ഇറങ്ങി കളിച്ചോണ്ടിരുന്നു. ഇതാവുമ്പോ അങ്ങനെയൊക്കെയാ സോൺ.
മോനെ ഹയറാമത്തെ അറിയില്ല. അറിയില്ലേ? സോൺ കിട്ടൂല. ഇനിയിപ്പോ തിരിച്ച് പൊസിഷൻ പിടിച്ചെടുക്കാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്. കാരണം എല്ലായിടത്തും ഉണ്ട്, അവർക്കൊരു നിക്കാനുള്ള സ്പേസ് ഇല്ല. അടിച്ച് കുത്തി അടിച്ച് കയറേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കുത്തേണ്ടി വരും. പക്ഷെ ഇവിടെ പൈസ ശോകമാണ്, ഇറങ്ങി അടിക്കാൻ പറ്റില്ല. ഇവിടെ നിക്കുവാണ്, ഇവിടെ നിക്കുന്നുണ്ട്. എല്ലാ സോണടിച്ച് നിക്കുന്നുണ്ടാ. ഡൗൺ ഇല്ല. എന്താ ഇപ്രാവശ്യം ടി വി ഇവിടെ ഇത് പിടിക്കാൻ എനിക്കറിയില്ല. ഡൈനു എന്താ പിടിക്കാൻ ഞാനും ആലോചിക്കണേ. പക്ഷെ ടിഫിൻ കഴിഞ്ഞ കളിയില് അത് വെച്ചിട്ട് അവര് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തണ്ടാ. ലാസ്റ്റ് സെയിം സോൺ അല്ലടാ, വ്യത്യാസമുണ്ട്. അത് ലാസ്റ്റ് സെയിം സോൺ ആണോ? അല്ല, കിട്ടും. ഇത് പകുതിയോ ഞാൻ പറഞ്ഞുതരാം. ഇത് മാപ്പിന്റെ 70% ഓപ്പണിലാണ്, ബാക്കിയുള്ള എല്ലാം ഒക്കുപൈഡും ആണ് മുകളിൽ. ഇതെങ്ങനെ വിളിക്കാനാ? അടുത്ത സോൺ ഇപ്പൊ ഈ ബിൽഡിംഗിന്ന് വെളിയിലോട്ട് വന്ന പിന്നെ എന്തെങ്കിലും ഒരു സൈഡിൽ എല്ലാവർക്കും കൂടെ കുത്തി ഇറങ്ങി അടിക്കുമെല്ലാം ചെയ്യാം. പക്ഷെ ഈ ബിൽഡിംഗ് എന്റെ ഒരു അഭിപ്രായത്തിൽ പുറത്ത് നിൽക്കുന്നതായിരിക്കും സേഫ്. സത്യം പറഞ്ഞ ഹെൽത്ത് പോടാ പുറത്തുനിന്നാ. ഇല്ല അടിക്കാൻ പറ്റത്തില്ല. പുറത്തൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്നുള്ളു, ഹെൽത്ത് ഒന്നും പോകത്തില്ല. ഇത് അതേ ഒരുമിച്ച് കുത്തിയടക്കുള്ള ഓപ്ഷനേ ഉള്ളു. ഇത് ഫുള്ളി അവന്മാരായി ഇതില് ഈ മാപ്പിന്റെ ഒരുമിച്ച് കൊണ്ട് കുത്തി എവിടെയെങ്കിലും കുത്തി അടിക്കാന്നുള്ള ഓപ്ഷൻ അടുത്ത സോൺ മാറുമ്പോ. നോക്കട്ടെ ഇവന്മാരുടെ പ്ലാൻ എന്താ നോക്കട്ടെ. നീലന്റെ ഒക്കെ അടുത്ത സോണേ നമുക്ക് ടൈമിങ് അതിനകത്ത് ഒരുത്തനകത്ത് ഇരുന്നാലേ അറിയാനും പറ്റത്തുള്ളൂ. അടുത്ത സോണും മറ്റേ ബിൽഡിങ്, ക്യാമറ ബിൽഡിങ്, ഇപ്പൊ എല്ലാരും അതിന്റെ മണ്ടേ കയറും. അത് കറക്റ്റാ. സോണില്ല അവിടെ. ഇതെന്താ അണ്ടി സോണലയാ? അയ്യോ ഗൈസ്, അടുത്ത സോൺ മാറിയത് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് വന്നടാ സോണ്. അമ്പോ അടുത്ത സോൺ വന്നു. ടാസ്കാണ്. ഒരു ഫൈറ്റിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഭയങ്കര പാടാ, ഇത് അടിച്ചെടുക്കാൻ പാടാ. ഞെക്കി ഇവന്മാര് മേളിരിക്കുന്നവന്മാര് ഞെക്കും. ബിൽഡിങ്ങിന്റെ മുകളിൽ കണ്ടോ എത്ര പേരുണ്ടെന്ന്. ബിൽഡിങ്ങിന്റെ മുകളിലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞുണ്ടല്ലോ ഇവിടെ ഒരു ഓപ്ഷൻ നിക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ കൊണ്ട് കുത്തി കളിക്കാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കണ്ടില്ലേ? മൂന്നാമത്തെ സോണല്ലേ വണ്ടിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഴും എല്ലാരും. അളിയ മുകളിൽ ഒരാളെ ഉള്ളൂ, ഒരാളാണ് മുകളിൽ ബിൽഡിംഗ് നിൽക്കണേ, ഒറ്റ ഒരാളെ ഉള്ളൂ. അപ്പോഴേ ആ ബിൽഡിംഗ് കുത്തിയാലേ നടക്കത്തുള്ളൂ. ആ ബിൽഡിങ്ങിന്റെ താഴെ അതാണ് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള എവിടെ കുത്തിയാലും 4 സൈഡിൽ നടി കിട്ടും. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡ് 2 സൈഡിൽ നടി കിട്ടും. പെട്ടെന്ന് സോൺ ചെറുതായതുപോലെ ഇന്നല്ലേ? ഇന്ന് പെട്ടെന്ന് സോൺ ചെറുതായോ? അതാണ് എന്റെ ഈ സോൺ ഭയങ്കര സോണായിപ്പോയി. 26 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ടല്ലോ. അടുത്ത സോൺ പക്കല്ല, നേരെ കൊണ്ട് കുത്തി അടിച്ച് വണ്ടി ഇടിച്ച് കളഞ്ഞ് അടിക്കേണ്ടി വരും. വെളി വന്ന് വണ്ടി അടിക്കുന്നു. അപ്പം ബായ് കഴിച്ച് മുമ്പേ ഫോണവർക്കൊക്കെ പോവാം. TVയിലെ വിശ്വാസമുള്ള ആൾക്കാരിൽ ഇത് കാണും. അത് ജയിച്ചാലും തോറ്റാലും അറ്റാക്കിങ് അത്രയ്ക്ക് ഈസി അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ജയിക്കുന്ന മാത്രം കാണാൻ നിൽക്കരുത്, മനസ്സിലായ? ജയിക്കുന്ന മാത്രം കാണാനാണെങ്കിൽ എന്താ ക്രിക്കറ്റ് കളിയും ഇതൊക്കെ കാണാൻ പോണത് എല്ലാ കളിയും ഇന്ത്യ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ഇഷ്ടം, വെറും ഇഷ്ടം. ആരെങ്കിലും ഡൗൺ ഉണ്ടോ? ഇല്ലടാ, 12v12 ആണ്.
അവന്മാർ നന്നായിട്ട് ഗേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് സോൺ. One percent chance, 99% faith. പിന്നല്ല. ഒന്നും ചെയ്യല്ല, പുള്ളി വൺ സൈഡാണ്. വൺ സൈഡഡ് ആണ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അടുത്ത ടർഫ് നമുക്ക് ഇനിയിപ്പോ അടുത്ത് വിളിക്കാലോ. നീലന്റെ ബിഹേവ് ചെയ്യുന്നുണ്ട്, പ്ലാൻ നോക്കാം. അളിയാ അടുത്ത സോങ് ക്യാമറ. കേട്ടില്ല. ചെയ്യാം, ബാക്ക് സൈഡ് കുത്തിച്ച് കേറണം, അല്ലെങ്കിൽ ഇവന്മാർ അവിടെ കേറും. എന്ത് ചെയ്യണം? എവിടാടെ കുത്തണ്ടേ? ക്യാമറന്റെ ബാക്ക് സൈഡ്, ഇതിന്റെ ബാക്ക് സൈഡ്. ആ മനസ്സിലായി. ക്യാമറ കുത്തി അടിച്ചാലോ എന്തോ. ആ എടാ അങ്ങനെയാണെങ്കിൽ അടിച്ചേ. എവിടെ മേളിലുള്ളവന്റെ ആംഗിൾ കട്ട് ചെയ്യാനുള്ള അത് മാത്രമേ ഉള്ളൂ. ക്യാമറ അവിടെ കുത്തുക അടിക്കുക. ഓക്കെ അവന്മാര് കളിക്കുന്ന കളിച്ച് നോക്കട്ടെ. എന്തായാലും പിക്ക് ചെയ്താ കണ്ടായില്ലേ ആ ബിൽഡിങ്ങിന്റെ മുകളിലെ ക്യാമറ ബിൽഡിംഗ് മേളിൽ 2 പേര് ഓൾറെഡി ഉണ്ട്. കാണാൻ പറ്റിയില്ല. അടിക്കുക. എനിക്ക് ഡൗട്ട് ഉണ്ടോ, 22ാമത്തെ മിനിറ്റിൽ സോൺ വന്നു. അതാണ് 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതാ ഞാൻ ആലോചിക്കുന്നത്. 22 മിനിറ്റ് ബാക്കിയുള്ളത്. എന്റെ ഒന്ന് വീശി തരുമോ? അതിനു 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഒന്ന് ചെന്നിട്ട് എന്റെ അടുത്ത് വരാൻ പറയടാ. അതാ ഞാൻ ആലോചിക്കണം. കഴിഞ്ഞ കളി ഡിഫറൻസ് അണ്ടർ ആവടാ, അത് TVS ഓൺ ഔട്ട് ആയതുകൊണ്ട്. ഇറങ്ങിയ ഇൻഫ്ലുവൻസ് അത് തിരിച്ച് കയറ്റിയെടുത്തു. എല്ലാവരും T40 എല്ലാവരും തിരിച്ച് ഒരാൾ ഡൗൺ ആക്കണം. ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇൻഫ്ലുവൻസ് താഴെ പോകത്തുള്ളൂ. ആ എടാ ഇനി 21 മിനിറ്റില് അപ്പൊ അടുത്ത സോൺ നിൽക്കില്ല. ഇപ്പൊ അടുത്ത സോണിനോട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത്രയും ചെറിയ സോണിൽ എങ്ങനെയാ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പൊടിക്കാവൂല. ആ സോൺ ആകുമ്പോഴത്തേക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും ചെറിയ സോണാവും. ആണോ? ഹലോ, ഈ സോൺ എന്താ ഇത്ര? അതാ ഞാൻ ആദ്യമേ ചോദിച്ചേ, പെട്ടെന്ന് സോൺ കുറഞ്ഞ പോലെ നിങ്ങക്ക് തോന്നി വന്ന്. നോക്കാം കഴിച്ചു എന്താ നോക്കാം നമുക്ക്. അവരെന്തെങ്കിലും ടെക്നിക്കൽ എററൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ഇട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് കാര്യമില്ല. ലെറ്റ് ദം പ്ലേ. നോക്കാം. മറന്നു വീണു അവിടെ. പിന്നെ ഇത് നമ്മളിപ്പം ഈ സോണിന്റെ പേര് പറഞ്ഞ് ഇതെന്തായാലും പറഞ്ഞാലും അമ്മമാർക്കൊന്നും മിണ്ടാനില്ല. കാരണം ഇമോട്ടിന്റെ പേരിൽ റീടർഫ് വെച്ചവന്മാരല്ലേ. വാക്കിംഗ് സ്റ്റൈൽ ഇമോട്ടല്ല, വാക്കിംഗ് സ്റ്റൈല്. ചോദിച്ചു നോക്കി ഇതെന്താ പറ്റിയെന്നിങ്ങനെ. 45 മിനിറ്റ് ഉണ്ടോ ടർഫ്? ആ അതെ. ശരിയല്ല. ചില്ലാവ് നമുക്ക് നോക്കാം. എന്തേലും ബഗ്ഗായിരിക്കും. ചില്ലാവ് നമുക്ക് നോക്കാം. അവരെന്തോ നോക്കട്ടെ. മോൺസോൺ ആയാലും കറക്റ്റല്ലേ ബ്രൈനു? മോൺസോൺ ആയാലും 20. ഇതെല്ലാം കോഡിങ്ങിലൊക്കെ ഇതാവുന്ന പരിപാടികളാണ് ഗൈസ്. ഇവർക്ക് അത് ചില സമയത്ത് ചിലപ്പോ എന്തെങ്കിലും കോഡ് എററും ബഗ്ഗും ഒക്കെ ആയി കഴിയുമ്പോൾ ആകെ 2-3 പേരുള്ളൂ. അവിടെ കൊണ്ട് കുത്തി അവന്മാരെ തന്നെ ഫസ്റ്റ് എടുക്കാം. എടാ നിങ്ങൾ കുത്താവോ. ഇവന്മാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കുത്താവോ? ബാക്കിയുള്ളവർക്ക് കുത്തിക്കോ. ഇവരെ 3 വണ്ടി ഇവിടെ ഉണ്ട്. എടാ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കുത്ത്.
അഡ്മിൻ ബി എടുത്തു. ശരിയാവുന്നേ ചെറിയ സോണാണ്. 20 മിനിറ്റ്സ് ബാക്കിയില്ല, 19 മിനിറ്റ്. ഇത്ര ചെറിയ സോണാണ് എങ്ങനെ ഫെയർ ആവും? PUBG ഇങ്ങനെ വരത്തില്ല. 45 എന്താ അല്ല 45 മിനിറ്റ്, 3/4 മണിക്കൂർ നമ്മൾ ടെർഫ്. 3/4 മണിക്കൂർ 45 മിനിറ്റ് ടെർഫ് എടുത്ത് വെച്ച് നോക്ക്. ഇല്ല ഡോക്ടറെ, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സോണിന് വെളിയിലായി പോടാ. വെളിയിൽ നിന്നൊന്നും അടിക്കല്ലേടാ. അത് നമ്മുടെ പോയോ മിസ്റ്റേക്ക് ആയിരുന്നു. ഒന്നും ചെയ്യാനില്ല അവിടെ. അമ്മമാര് കുത്തിയിട്ടില്ല ഇപ്പോഴും 2 വണ്ടി ഇവിടെ. ലൈവാണ്. ഇതിനകത്ത് വണ്ടി കൊണ്ട് കുത്താനും പറ്റത്തില്ല. ഇവന്മാര് വീഡിയോ ആവും കൊണ്ട് കുത്തിയ. നോക്കി എല്ലായിടത്തും ആൾക്കാരാ. ഐഡി അടിച്ചാൽ മതി. ചില്ല നമുക്ക് ചോദിക്കാം ചില്ല. ദിസ് ഈസ് റാ. എത്ര പേരുണ്ട് ഇനി? 1 2 3 4 5 6 7 8 9 3 പേര് ഡൗൺ ആയി. തോണ്ട വെളി വെച്ച് കൊന്നു ബ്രോ. ടർഫിനകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കാം, മനസ്സിലായ? വെളിയിൽ നിന്ന് അകത്തോട്ട് അടിക്കാനാ പറ്റാത്തത്. അകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കുന്നതിന് കുഴപ്പമില്ല. ഇതെന്തായാലും ഫെയർ അല്ല, സോ റിപ്പോർട്ട് ചെയ്യണം ബ്രോ. നമുക്ക് ചോദിക്കാം. ഇല്ല ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് അവിടെ പോയി അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇത് റിവർ വെച്ച് തരുവാടാ. മോസ്റ്റ്ലി നമുക്ക് റിവർ തരും, കാരണം ഇത് സോൺ എന്താ പക്കുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ലാപ്പ് വാങ്ങി നിങ്ങളുടെ ഒപ്പം കളിക്കാൻ പറ്റുമോ? നമ്മുടെ ഒപ്പം കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി 35 പേരായി. ഇനി ഒരാളെ കയറ്റാൻ പോലും സ്ഥലമില്ല. T47 ഒരുത്ത സോണോട്ട് അടിച്ചു ബ്രോ. അത് നമ്മുടെ POV ബഗ് ആയിരിക്കും. ഈ ഗെയിമിന് അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവന്റെ POV കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ അവൻ വെളിയിലാണോ അകത്താണോ എന്നൊക്കെ. ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായ? ഇവന്മാർ ആരെങ്കിലും ഡൗൺ ഉണ്ടോ? ഇല്ലല്ലോ. ഒരാൾ ഡൗൺ ആണ്. 9 പേര് അകത്ത്. ഈഗിൾ പ്ലീസ് ഇൻഫോം. അമ്മ റിമോട്ട് കേസ് കരഞ്ഞല്ലേ കഴിയുമ്പോൾ നമുക്ക് പോയി ചോദിക്കാം ജസ്റ്റ്. അല്ലാതെ എന്ത് ചെയ്യും? അത് ചുമ്മാ ചെയ്യുന്നതാണ്. അതിലൂടെ ഫയറിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടിവിയിൽ മെമ്പർ ആവാൻ ആഗ്രഹമുണ്ട് ബ്രോ. കറന്റ്ലി ഇപ്പൊ നമ്മള് ഫുള്ളാണ് ബ്രോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫാമിലിയോട് വരാനാണെങ്കിൽ ഒരാളെ എടുത്ത് മാറ്റിയിട്ട് എനിക്ക് ബ്രോയെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. വണ്ടിയുടെ വീലും പോയി. അമ്മമാരവിടെ ചെച്ചടിക്കുന്നുണ്ട്. മോബി വീണു. ഇവിടെ അടിച്ചല്ല. മൊബൈൽ കണ്ടുണ്ട്. ബാക്കി ഇൻസ്റ്റലേറ്റിന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് നോക്കണം. ഓ സ്റ്റീവ് റോഡിൽ വീണു. അമ്മമാരെ അവനെ അടിക്കണോ സ്റ്റീവിനെ? ഇവിടെ അവിടെ വരയ്ക്ക്. സ്റ്റീവ് ചത്തോ? 14 മിനിറ്റ്. ചന്ദ്രനെ കിക്ക് ചെയ്തിട്ട് ആ പയ്യന് ചാൻസ് കൊടു. അത് നല്ലൊരു ഓപ്ഷനാണ്.
ലോക ദേ ഇവിടെ അടിയിൽ എത്തി കേട്ടാ നൈസായിട്ട്. ആ അതെ 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 കണ്ടു കണ്ടു ആ കണ്ടു സോൺ വരുന്നു. കണ്ട് വാടാ അവനെ ഉണ്ട് ഒന്നും ചെയ്യല്ല ഇതിനുണ്ട്. ഈ സോണിൽ എന്തായാലും നിങ്ങനെ കേറാൻ പറ്റൂല അവന്മാർ. ചാറ്റ് നോക്കിയോ അവരുടെ ആരുടെ ആ ആടുബ്രോന്റെ എന്താ പറയണേന്ന് പുള്ളിക്ക് ഇവിടെ. ലൈവ് ചാറ്റടാ. ഇവിടെ ഗൈസ് ഇതൊക്കെ റാൻഡം ആയിട്ട് വരുന്നത് അല്ലാതെ ഇവർക്കൊന്നും സെറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇതൊക്കെ റാൻഡം ആണ് കോഡിങ്. കമന്ററി പറയാ എനിക്ക് കമന്ററി യാതൊരു വശമില്ലാത്ത സെറ്റടാ. അവരെ പോയി നിങ്ങൾ തെറി പറഞ്ഞിട്ട് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായ? ചില്ലാവ് 50 സോൺ. ടർഫ് ബോസ് ഒക്കെ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാം, നമുക്ക് ചോദിക്കാം. കഴിഞ്ഞോട്ടെ ഇതുപോലെ ഒരുത്തം വന്നതാണ് ഹാപ്പി ക്രിസ്മസ് എന്തോ പറയാൻ. ഒന്നും ചെയ്യാനില്ലടാ അവന്മാർക്ക് വണ്ടി കൊണ്ട് കുത്താൻ പോലും പറ്റത്തില്ല. കുത്തിയാ അത് വീഡിയോ ഉറപ്പാണ്. ഒന്നും ചെയ്യാനില്ല. ഇത് കളിക്കണ്ടെന്ന് പറ. അല്ല അവന്മാര് തീർക്കട്ടെ, ഇനിയിപ്പോ തീർക്കട്ടെ, വേറെ എന്ത് ചെയ്യാൻ. കഴിഞ്ഞ കളി നമ്മൾ ഫൈറ്റ് ചെയ്ത് പോയി വെയിറ്റ് ചെയ്തോ. നമ്മൾ വൈഫോട്ട് കയറി പേടിച്ച് അവിടുത്തെ അടിച്ച് ചത്തു. അവരുടെ പോയി ചോദിക്കടാ, അവരുടെ ചോദിച്ചു സോൺ മാറിയത് കാര്യം. സോൺ മാറത്തില്ലടാ ഇങ്ങനെ 25 മിനിറ്റില്. 25 ഞാൻ കഴിഞ്ഞിരിക്കട്ടെ. മിനിറ്റ് നിങ്ങൾക്ക് 2 സോൺ സോണർ ഹോൾഡ് ഒന്നും ഇല്ല. ഓണർ അല്ലടാ. നമ്മളിവർക്ക് അടിച്ചെണ്ണ എന്തായാലും ഇരുന്ന് ഭ്രാന്തായിരിക്കും. അത് പോയി സംസാരിക്കടാ. ഇത് അവര് ഇത് വെച്ച് തരും. നമ്മൾ ഇമോട്ട് ഇട്ടെന്ന് പറഞ്ഞതല്ലേ, മറ്റേ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞേ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നീ ഒരു പിക്ക് എടുത്തല്ലേ അവിടെ? ഓരോരുത്തരെ ഫണ്ട് കിട്ടും. മന്ദാരം എടുത്ത് അത്രേ ഉള്ളൂ, വേറെ എടുത്തില്ല തോന്നുന്നു. ഇല്ല കുഴപ്പമില്ല. സോൺ അങ്ങനെ എത്ര പെട്ടെന്ന് മാറിയേ? അതൊന്നും ചോദിക്കടാ, അവിടെ പോയി ചോദിച്ചു. അഡ്മിൻ ഞാൻ വരാം വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പൊ പോണ്ടെന്നാണ് കഴിഞ്ഞിട്ട് അവര്. ഇല്ല അളിയാ, ഞാൻ എനിക്ക് അത് പോയി പറയണം. ജസ്റ്റ് അളിയാ എനിക്കത് പറയണം. അത് ജസ്റ്റ് ഒന്ന് പറയണം. ഇവന്മാര് വാറില് ചത്തവൻ നേരെ പോയിട്ട് വിളിച്ചതാ കഴിഞ്ഞ വട്ടം, മനസ്സിലായ? നമ്മുടെ എന്താ അവൻ വാക്കിംഗ് സ്റ്റൈല് മാറ്റി എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞവനാണ് അവൻ. പിന്നെ ഞാൻ പോയി പറയണ്ടേ അളിയാ? നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അനൗൺസ്മെന്റ് വന്ന്, മനസ്സിലായ? ഓൾറെഡി പുറത്ത് ഞാൻ എന്നിട്ട് വന്ന് ഇവിടെ വന്ന് പറയണം. ലൈവ് മ്യൂട്ട് ചെയ്യാൻ ഗൈസ്. ഇല്ല അവര് പറയണ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. ഡെസ്ക്ടോപ്പ് ബോഡി കേൾക്കൂല. ഹലോ ബ്രോ, ഇത് സോൺ ബഗ്ഗാണ് ബ്രോ. ഈ സോണ് 22 മിനിറ്റ് 25 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ ബ്രോ വരുന്നത്? നമ്മൾ ഇത്രയും ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വാരം നമ്മളും കളിച്ചതാ. ഈ ഇത്രയും മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ 15 മിനിറ്റിൽ ഈ ഇത്രയും ചെറിയ സോൺ വരത്തില്ല. ഈ സോൺ ബഗ്ഗാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തപ്പോൾ എന്തോ പറ്റിയതാ. ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ആഡ് ബ്രോ. കാരണം അത്രയും ചെറിയ സോൺ വരത്തില്ല ബ്രോ. ഇത് ഭയങ്കര ഇതായിട്ടാ സോൺ ഷിഫ്റ്റ് ആയി. ആദ്യത്തെ 2 സോണും
ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ സോണ് ഷിഫ്റ്റ് ആയത് ഭയങ്കര സ്പീഡിലായി പോയി. 22 മിനിറ്റ് ഉള്ളപ്പം ഭയങ്കര ചെറിയ സോണായി പോയി. 25 മിനിറ്റ് ബാക്കിയുള്ളപ്പോ മറ്റേ ക്യാമറ ബിൽഡിങ്ങിന്റെ അവിടെ മാത്രമായിട്ട് സോൺ വന്നു. ഓക്കെ 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 ഓക്കെ. അഡ്മിൻസ് പുള്ളിയുടെ ലൈവിൽ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഓൾറെഡി. ഇത് എന്തോ ഞാൻ ഇവിടെ എന്തോ പറയാം. ഹലോ 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 ഹലോ. എടാ ഇത് പുള്ളി ലൈവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയം വേണം. സമയം നോക്കിയിട്ട് പറയാന്ന്. എന്തായാലും നാളെ ആവൂലേ ഡിസിഷൻ? വില്ലുവിന്റെ വ്യൂവിൽ ഒരു പയ്യൻ പുറത്തു പോകുന്നുണ്ടല്ലോ അടിച്ചേക്കുന്നു. അത് നോക്കണ്ട, നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഡിസിഷൻ നോക്കാം. ഇത് വന്നില്ലെങ്കിൽ അത് നോക്കാം. എടാ നമ്മള് വേറെ ആരുടെ കളിച്ചില്ലെങ്കിൽ അവന്മാരുടെ കാണിക്കണം. കാരണം എരന്ന് വാങ്ങിച്ച് പുറത്തുനിന്നാണ് അടിച്ചേ. എന്നെ അടിക്കുന്ന സമയത്ത് അതിലുള്ള ഒരുത്തൻ പുറത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അടിക്കും. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ കണ്ടോ? ആരുടെ ഡെസ്ട്രോയുടെ ലൈവ് പ്ലേ ചെയ്തേ? ആരുടെ പ്ലേ ചെയ്തേക്കുന്ന? എന്തൊരു കാണിക്കണ നീ, എന്തൊരു ബ്രോ വില്ലു അപ്പുറത്തേക്ക് ഓടാ. അതൊക്കെ പുറത്തുനിന്ന് അവനെ അടിച്ചിട്ടുണ്ട്. ഒരു ഫയർ കൊണ്ടു കഴിഞ്ഞാൽ അത് ഫൗളാണ്. ഒരു ഫയർ ഹെഡ് തോറ്റസ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞൊക്കെ അറിയാം. ഹഫീസെ ഞാനൊരു ടർഫോർ കാണിച്ചു തരട്ടെ. ഇതിന് തൊട്ട് മുമ്പത്തെ അവര് വാക്കിംഗ് സ്റ്റൈല് മാറ്റിയത് ഇങ്ങനെ നടക്കുന്നതിന് മാറി ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ടെ ടർഫ് ഞങ്ങൾ അടിച്ചെടുത്തതാ. മനസ്സിലായോ? നിന്റെ ഒന്നും അവര് ഔദാര്യമില്ലാതെ അടിച്ചെടുത്താടാ കുണ്ണെ. എന്നാലും നീയൊക്കെ പോയി അഡ്മിൻസിന്റെ അടുത്ത് കരഞ്ഞ് സാമാനം പിടിച്ചിട്ട് കരഞ്ഞ്. മനസ്സിലായ? അതൊന്നും ഞങ്ങൾ എന്തായാലും ചെയ്തില്ല. ഞങ്ങൾ പോയിട്ട് ഒരു ബഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു തിരിച്ചു വന്നു. നിന്റെ ഒന്നും FRP വലിക്കലല്ല എന്റെ പണി. മനസ്സിലായല്ലേ? എനിക്ക് അതിന്റെ അത് ആവശ്യമില്ല. നിന്റെയൊക്കെ പോലെ ജീവിതം ഇതിനകത്ത് മുടക്കിയിരിക്കുന്നതല്ല ഞാൻ. രാപ്പകലില്ലാതെ അവിടെ പോയിരുന്ന് കരഞ്ഞ് അഡ്മിൻസിന്റെ കൊട്ടയം പിടിച്ച് താങ്ങി ഇരുന്നിട്ട് നീയൊക്കെ ഇരുന്ന് ഇത്രയും ടർഫ് കരഞ്ഞ് മേടിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് വീണ്ടും നീ അവനൊക്കെ വേണ്ടിട്ട് വാദിക്കുന്ന പട്ടികളെ ഞങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കണ. ഓടാ കുണ്ണെ. പറയുന്നതിനൊരു എന്തെങ്കിലും ഇത് വേണ്ടേ? കണ്ടോണ്ടിരിക്കുന്ന ടർഫ് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ സോൺ ഇങ്ങനെ ഇത്രയും സ്പീഡായിട്ട് ഇതായി പോയെന്ന്. മനസ്സിലായി? കാണുന്ന എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റ് ഞങ്ങൾ അഡ്മിൻസിന്റെ അടുത്ത് അഡ്രസ് ചെയ്ത് അത് അവര് വാലിഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് റീമാച്ച് വെച്ച് തരും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച പിടിച്ചിട്ട് ഈ കുണ്ണുകളെ അടിച്ച് ടർഫ് ഞങ്ങൾ എടുക്കും. അത്രേ ഉള്ളൂ. ഈ കൂടുതൽ വേറൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടം പോലെ ടർഫ് കാർഡ് ഉണ്ട്. ഇഷ്ടം പോലെ കപ്പിളാർപ്പ് ചെയ്യുന്നവന്മാരുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കാർഡുണ്ട്. ടർഫ് കാർഡ് വിളിച്ചു ഞാൻ വിളിച്ചോളാം അടുത്ത ആഴ്ച. അവന്റെയൊക്കെ ഔദാര്യത്തിനാണ് നമ്മളെ ലോയൽറ്റി പോയിന്റ്. ലോയൽറ്റി പോയിന്റ് ആണല്ലോ ടർഫ് കാർഡ്. ജുബ്രു ആണ് നമ്മുടെ ലോയൽറ്റി പോയിന്റ്സിന്റെ ഏറ്റവും വലിയ. നിനക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ ബ്രോ? നമ്മൾ ഓൾറെഡി ഇത് അടിച്ചെടുത്തതാ. ഇത് കരഞ്ഞു മേടിച്ചോണ്ട് പോയതാ ഞങ്ങളുടെ. ഇന്ന് സോൺ ബഗ്ഗാ. ഞങ്ങൾ ഇവന്മാര് തമ്മിലുള്ള ഇത് നടന്നിട്ടില്ല. അതിനുശേഷം ഇത് സോൺ ബഗ് ആയതാ. നമുക്കേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജുബ്രു BC പോലും ഇല്ല. അവൻ എന്ത് ചെയ്ത് ലോയൽറ്റി പോയിന്റ്സ് വേണ്ടി മെയിൻ സിറ്റി കയറി. അറിയാവോ നിങ്ങൾക്ക്?
താഴെ വീശി നോക്ക്, രണ്ടും കൂടെ കയറിക്കൊണ്ടിരിക്കുക. നമ്മളുണ്ടല്ലോ ബ്രോ, നമ്മളെല്ലാം പ്ലാൻഡ് ആണ്. എല്ലാം പ്ലാൻഡ് പയ്യന്മാരാണ് കൂടെ ഉള്ളത്. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ എഫേർട്ട് കളയുന്നത് മൊബൈൽ, അച്ഛന്റെ മൊബൈലും അമ്മയുടെ മൊബൈലും ഉറങ്ങി കഴിയുമ്പോൾ കട്ടെടുത്ത് കമന്റ് ഇടുന്നവന്മാരാ. കമ്പ്യൂട്ടർ പോലും ഉണ്ടാവില്ല അവനൊന്നും, മനസ്സിലായ? ഇവനെ ഒന്ന് ഈ ഗെയിം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കളിക്കുന്നവരെ അത്യാവശ്യം, ഇത് കളിക്കുന്നവരെ റെഗുലർ ആയിട്ട് ഇത് കുറച്ച് കാണുന്നവരെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛന്റെ അമ്മയുടെ ഫോൺ കട്ടെടുത്ത് കമന്റ് ഇടുന്ന പയ്യന്മാരടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? നമ്മൾ എഫേർട്ട് കളയണം വെറുതെ. അണ്ണ അത് പറഞ്ഞോട്ടെ, അച്ഛനമ്മ ഫോൺ എടുത്തോണ്ട് വിൽക്കും, എന്നിട്ട് പീസ് എടുത്തിട്ട് വരും. അതെ, ഒരു അംശമില്ല, അതൊക്കെയാണ്.